ഇതിനകത്ത് രണ്ട് വശത്തും സംയമനക്കുറവുണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായും നിയന്ത്രണം പാലിക്കേണ്ടത് വിജിനാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വിജിൻ പാലിക്കേണ്ട സംയമനം വിജിൻ അവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആക്ഷേപം. മാത്രമല്ല, പൊതുവേ ഇപ്പം നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇത്തരത്തിൽ പെർഫോം ചെയ്യുന്നതൊന്നും കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. ഇപ്പോൾ കെ സുധാകരൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത് വളപട്ടണത്ത് അല്ലേ, വളപട്ടണത്ത് കയറിയിട്ട് ഇതേപോലെ സുരേഷ് ഗോപി കളിക്കേണ്ടെന്ന് അന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചാലക്കുടിയിൽ ITA വാതിക്കൽ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ആ സംഘർഷത്തിൽ അതിൻ്റെ ഒരു നേതാവിനെ DYFI നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പം ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് പോലീസിനെ വിരട്ടി ഓടിച്ചിട്ട് പിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ മാത്രം നമ്മൾ ഈ പറയുന്ന വിജിൻ്റെ ഒരു പെർഫോമൻസിനെ കണ്ടാൽ മതി. പക്ഷേ വിജിനാണ് ഒരു ആത്മനിയന്ത്രണം അവിടെ പാലിക്കേണ്ടിയിരുന്നത്. മാത്രമല്ല, ഈ കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ CPM ഒരിക്കലും അല്ലെങ്കിൽ DYFIയോ അതുപോലുള്ള സംഘടന ഒരിക്കലും കേരളത്തിലെ പോലീസിനെതിരായിട്ട് സംസാരിക്കരുത്. കാരണം കേരളത്തിലെ പോലീസ് ഒരു മികച്ച സംവിധാനമാണെന്ന് അവരിപ്പോൾ തന്നെ ധരിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പിന്തുണയാണ് അവർ പല കാര്യങ്ങളിലും പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നവകേരള സദസ്സിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഗുഡ് സർവീസ് എൻട്രിയൊക്കെ കൊടുക്കുകയാണല്ലോ നവകേരള സദസ്സിൻ്റെ ഒരു കണ്ടക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട്. അതൊക്കെ ആദ്യമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റുകളാണ് ഭരിക്കുന്നത്. നോക്കൂ, 2 പിണറായി സർക്കാരുകൾ നമ്മൾ കണ്ടു. എത്ര കസ്റ്റഡി മരണങ്ങളുണ്ടായി കേരളത്തിൽ? മാവോയിസ്റ്റുകളെ വേട്ടയാടിയിട്ടില്ലേ? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ചരിത്രത്തിലില്ലാത്ത സംഭവങ്ങളാണ്. അതിനെല്ലാം പ്രതിരോധിക്കുകയാണ്. എന്താ പ്രതിരോധിക്കാൻ കാരണം? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാ? പിണറായി വിജയനാണ്. അപ്പോൾ പോലീസിനെതിരെ വിമർശനം വന്നാൽ ആർക്കെതിരായിട്ടാണ് വിമർശനം വരുന്നത്? പിണറായി വിജയനെതിരായിട്ടാണ് വിമർശനം വരുന്നത്. അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. സർക്കാരുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ഫോഴ്സാണ് പിന്നെ ഈ പറയുന്ന പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒരു പോലീസ് മന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് അഭിലഷണീയമല്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ. ഇപ്പോൾ കരുണാകരൻ്റെ കാലത്ത് പോലീസുകാരെ സംരക്ഷിക്കുന്ന മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് കരുണാകരൻ അറിയപ്പെടുന്നത്. പോലീസുകാരുടെ മന്ത്രിയാണല്ലോ കെ കരുണാകരൻ. ആശ്രിത വത്സലനാണ്. ഏറ്റവും അവസാനം നിമിഷം വരെയും പോലീസിനെ തള്ളിപ്പറയാത്ത ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ടാണ് കരുണാകരനോടുള്ള വിയോജിപ്പും കേരളത്തിലെ ആളുകൾക്കുണ്ടായിരുന്നത്. ആ രീതിയൊന്നും പിന്തുടരേണ്ട സർക്കാരോ പാർട്ടിയോ അല്ല CPM. അതുകൊണ്ട് CPMഉം DYFI ഒക്കെ അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കണം. ഇവിടെ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, പിണറായിയുടെ പോലീസാണെന്ന് ഓർക്കണം എന്ന് പറയുന്നത്. പിണറായിയുടെ പോലീസ് എന്നൊന്നും പറയേണ്ട, അത് കേരള സംസ്ഥാനത്തിൻ്റെ പോലീസാണ്. സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ പിണറായിയുടെ പോലീസാണെന്ന് പറയുന്നതിനകത്തൊരു ഭീഷണിയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യമില്ല. പൊതുവെ അഭിലഷണീയമായ ഒരു കാഴ്ചയല്ല. ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അഭിലഷണീയമായ ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. ഇരുകൂട്ടർക്കും അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ട്. അതിലേറ്റവും പിന്നെ കാര്യമായി അത് ശ്രദ്ധിക്കേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പിന്നെ വിജിനാണെന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. Meet the editors.